ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹീറ്റ് വേവ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ONDC, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് വേവിനെ കുറിച്ചാണ്. ഈ ഹീറ്റ് വേവ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 4 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഹീറ്റ് വേവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക. ഹീറ്റ് വേവ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം, അതായത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വളരെ എക്സസീവ് ആയിട്ടുള്ള ഹോട്ട് വെതർ റെക്കോർഡ് ചെയ്യുകയും അത് ഹ്യൂമൻ ഹെൽത്തിനെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെയോ എക്കണോമിനെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന രീതിയിൽ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് വെതർ ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം ഒരു ഏരിയയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് അതിനെ ഹീറ്റ് വേവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഹീറ്റ് വേവ്, ഒരു പ്രദേശത്ത് ഹീറ്റ് വേവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IMD ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് അത് പ്രദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ പ്ലെയിൻ ഏരിയാസിൽ, അതായത് സമതല പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിലാണെങ്കിൽ, കോസ്റ്റൽ റീജിയൻസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ, അതല്ലെങ്കിൽ ഹില്ലി റീജിയൻസ് ആണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഇവർ ഫോളോ ചെയ്യാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള അവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ചാണ്. മറ്റൊന്ന് ഈ പറയുന്ന ഹീറ്റ് വേവ് എന്നും സിവിയർ ഹീറ്റ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് സാധാരണഗതിയിൽ ക്ലാസിഫൈ ചെയ്യാറുള്ളത് നോർമലി ഒരു പ്രദേശത്ത് റെക്കോർഡ് ചെയ്യുന്ന, അതായത് ഈ പറയുന്ന വെതർ സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ നിന്ന്, ഒരു നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് വലിയ രീതിയിൽ റൈസ് ഉണ്ടാകുന്ന സമയത്താണ് അതിനെ ഹീറ്റ് വേവോ അല്ലെങ്കിൽ സിവിയർ ഹീറ്റ് വേവോ ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് ഒരു വെതർ സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് ഒരു 4.5 ഡിഗ്രി സെൽഷ്യസ് തൊട്ട്, അതായത് 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 6.4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ഹീറ്റിൻ്റെ വർധനവെങ്കിൽ അല്ലെങ്കിൽ ചൂട് കൂടുന്നതെങ്കിൽ അതിനെ ഹീറ്റ് വേവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതേസമയം 6.4 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് ചൂട് കൂടിയിട്ടുള്ളതെങ്കിൽ അതിനെ സിവിയർ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു പ്രദേശത്തുള്ള ആക്ച്വൽ മാക്സിമം ടെമ്പറേച്ചർ വെച്ചിട്ടും ഈ പ്ലെയിൻസിൽ ഇത്തരത്തിൽ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ഏരിയാസിൽ ആക്ച്വൽ മാക്സിമം ടെമ്പറേച്ചർ വെച്ചിട്ട് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യാറുള്ളത്, പ്ലെയിൻ ഏരിയാസിൽ അവിടുത്തെ ആക്ച്വൽ മാക്സിമം ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആയിക്കഴിഞ്ഞാൽ ഹീറ്റ് വേവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാറുണ്ട്. 47 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് സിവിയർ ഹീറ്റ് വേവ് ആയിട്ടും ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് വേവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിലുള്ള മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മെട്രോളജിക്കൽ സബ് ഡിവിഷനകത്ത് 2 കൺസിക്യൂട്ടീവ് ഡേയ്സ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ ആ മെട്രോളജിക്കൽ സബ് ഡിവിഷനകത്തുള്ള അറ്റ്ലീസ്റ്റ് 2 സ്റ്റേഷൻസിലെങ്കിലും ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഹീറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഹീറ്റ് വേവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇതാണ് നിലവിൽ ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഈസ് ദ കംപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ GSTയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടാക്സ് മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് ഒഴിവാക്കലാണ്. എന്താണ് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയും. അതായത് ഒരു സെയിം ട്രാൻസാക്ഷൻ്റെ മേലിൽ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടാക്സ് പേ ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് GSTക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണ് നോക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് GST പേ ചെയ്യുന്നുണ്ട്. ആ സെയിം സാധനം നിങ്ങൾ പിന്നീട് വിൽക്കുന്ന സമയത്തും നിങ്ങൾ അതിന് GST പേ ചെയ്യണം. അപ്പോൾ ഒരു സെയിം സാധനത്തിൻ്റെ പുറത്ത് നിങ്ങൾ 2 പ്രാവശ്യം GST അടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് കാസ്കേഡിംഗ് ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. കാരണം സെയിം ഐറ്റംസിൻ്റെ മുകളിൽ 2 പ്രാവശ്യം ടാക്സ് പേ ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു കമ്പനി അവരൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള അവർ പേ ചെയ്യേണ്ട GST എമൗണ്ടിൽ നിന്ന്
അവരുടെ ഇൻപുട്ട് ടാക്സ് അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ സാധനം അവർ പർച്ചേസ് ചെയ്ത സമയത്ത് എത്ര ടാക്സ് ആണോ പേ ചെയ്തിട്ടുള്ളത് അത് റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രം ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. അതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഔട്ട്പുട്ടിന് മുകളിലുള്ള ടാക്സ് കൊടുക്കുന്ന സമയത്ത് ദ കമ്പനി ഓർ ദ പേഴ്സൺ ക്യാൻ റെഡ്യൂസ് ദ ടാക്സ് ദാറ്റ് ഓൾറെഡി പെയ്ഡ് ഓൺ ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാലൻസ് എമൗണ്ട് എത്രയാണോ അത് മാത്രം ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരാൾ ഇൻപുട്ട് എടുക്കുന്ന സമയത്ത്, അതായത് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10 രൂപ ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൻ്റെ സമയത്ത് കൊടുക്കേണ്ട ടാക്സ് 20 രൂപയാണെങ്കിൽ അതിൽ നിന്ന് 10 രൂപ കുറച്ചിട്ട് ബാക്കി 10 രൂപ ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറയുന്ന 10 എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കും. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല. ഇത് നോർമലി ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. പക്ഷേ കച്ചവടം നടത്തുന്ന സമയത്തും ഈ GSTക്കകത്ത് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന ഒരു GST സ്കീം ഉണ്ട്. ഈ കോമ്പോസിഷൻ സ്കീം എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക്, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അതുപോലെ തന്നെ ചില ഗുഡ്സ് ഇതിനകത്ത് എക്സംപ്റ്റഡ് ആയിട്ടുണ്ട്. ആ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ കേസിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ONDC ആണ്. ONDC അല്ലെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15-നകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ONDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് മനസ്സിലാക്കുക. ONDC എന്ന് പറയുന്നത് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. സോ ബേസിക്കലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഓപ്പൺ ഇ-കൊമേഴ്സ് നെറ്റ്വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റീവാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത് ഈ ഇ-കൊമേഴ്സ് സൈറ്റുകളിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പേഴ്സ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസ്, റീറ്റെയിലേഴ്സ്, ഇവരൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ ഇ-കൊമേഴ്സ് നെറ്റ്വർക്ക് ആണിതെന്ന് മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് സൈറ്റോ ഒന്നുമല്ല. ഇത് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ഇ-കൊമേഴ്സ് നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് എൻവയോൺമെൻറ്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓപ്പൺ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തുകൊണ്ട്, ഓക്കെ, ഒരു ഓപ്പൺ സോഴ്സ് സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ പ്രോട്ടോക്കോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് എൻവയോൺമെൻറ്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ സാധാരണഗതി കാണുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിന് ഇൻ്ററോപ്പറേറ്റ് ചെയ്യാനും പരസ്പരം കണക്ട് ചെയ്യാനൊക്കെ ഈ പറയുന്ന ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് അവസരം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് പ്രൈസ് ഡിസ്കവറി, അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാനുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ എണ്ണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ചോയ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ ഒരു പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് DPIIT എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് 2021 ഇതൊരു കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പ്രോട്ടിയൻ ഗവൺമെൻറ് ടെക്നോളജി ലിമിറ്റഡും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിനെ കുറിച്ചാണ്. സോ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവരുടെ സൂപ്പർവൈസറി കൺസേൺസിനെ കുറിച്ച് ഉള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11-നകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഈ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകളുടെയും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കയ്യിൽ നിന്ന് നോൺ പെർഫോമിംഗ് അസറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള ബാഡ് അസറ്റ്സ്, അതായത് ഈ പറയുന്ന ഈ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാകും, ഇത്തരത്തിൽ NPA ആയിട്ട് മാറാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ബാഡ് അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് അത് റീകൺസ്ട്രക്ട് ചെയ്ത് സെല്ല് ചെയ്ത് പണം സമ്പാദിക്കുന്ന കമ്പനീസാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്ന് പറയുക. അത് അവർ ഈ പറയുന്ന ബാങ്കുകളുടെ കയ്യിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് പർച്ചേസ് ചെയ്യും, അത് റീസ്ട്രക്ചർ ചെയ്തിട്ട് അവർ സെല്ല് ചെയ്യും. ഓക്കെ, അതാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവരൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്
ഈ പൈലിംഗ് ഓഫ് NPA എന്ന് പറയുന്നത്. അതായത് വലിയ രീതിയിൽ NPA അവരുടെ ബാലൻസ് ഷീറ്റിനകത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള NPA കൂടുന്നതനുസരിച്ച് അവരുടെ ബിസിനസ് ഔട്ട്ലുക്ക് മോശമാകുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഔട്ട്ലുക്ക് മോശമാണ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ, അവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഈ NPA അതുപോലെ തന്നെ മറ്റുള്ള ബാഡ് അസറ്റ്സ് ഒക്കെ ഒഴിവാക്കാൻ ഈ പറയുന്ന അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിലവിൽ ഇന്ത്യയിൽ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് 2013 കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനീസാണ്. പക്ഷേ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഇവർ ഈ പറയുന്ന ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇവർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ സർഫേസി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു നിയമം 2002 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ഈ സർഫേസി ആക്ട് അനുസരിച്ചാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് എല്ലാ തരത്തിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. സെക്യൂർഡ് ലോണുകൾ അതായത് സെക്യൂർഡ് ഡെപ്റ്റുകൾ മാത്രമേ ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂർഡ് ഡെപ്റ്റുകൾ മാത്രമേ ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികളുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ് 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, അല്ലെങ്കിൽ NARCL എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിനെ 2021-22 കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റിന്റെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണിത്. അപ്പോൾ ഇവരുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം കോടി രൂപയോളം വേർത്ത് ആയിട്ടുള്ള സ്ട്രെസ്ഡ് അസറ്റുകൾ ഡിഫറെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഡിഫറെൻറ്റ് ഫേസസിലായിട്ട് അക്വയർ ചെയ്യുകയും അത് റീസ്ട്രക്ചർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പേർപ്പസ് എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഈ പറയുന്ന NPAയുടെ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NARCLന്റെ 51% ഷെയറും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കൺട്രോളാണുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് IBC ആണ്, അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ്. സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 തന്നെ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പാപ്പരാവുക അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുകയും മോഡേണൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് 2016 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്. അപ്പം നിലവിൽ ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലുള്ള നിയമങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യുകയും അമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു നിയമമാണിത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡിയാക്കി സ്മൂത്തറായിട്ട് ഫാസ്റ്ററാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന 2 വാക്കുകൾ, ഈ ഇൻസോൾവൻസി അതുപോലെ തന്നെ ബാങ്ക്രപ്സി എന്ന് പറയുന്ന 2 വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇൻസോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ലാബിലിറ്റീസ്, അതായത് അവരുടെ ബാധ്യതകൾ അവരുടെ ആസ്തിയെക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞാൽ അതിനെയാണ് ഇൻസോൾവൻസി എന്ന് പറയാം. ഇപ്പോൾ ഒരാളുടെ കയ്യിലുള്ള മൊത്തം ആസ്തി 100 കോടിയാണെന്ന് നോക്കുക, അയാൾക്ക് 150 കോടി രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് നോക്കുക. സോ അപ്പോൾ അയാളുടെ ഈ അസറ്റുകൾ മൊത്തം ലിക്വിഡേറ്റ് ചെയ്താൽ പോലും ഈ ബാധ്യതകൾ അവർക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് അതിനെ ഇൻസോൾവൻസി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവർ ഈ പറയുന്ന ഡെപ്റ്റ് പേ ചെയ്യാൻ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഈ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡെപ്റ്റ് ഡ്യൂ ആവുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇൻസോൾവൻ്റ് ആയിട്ട് മാറി എന്ന് പറയാം. ഇനി ബാങ്ക്രപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്തരത്തിൽ അവരുടെ അസറ്റ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർക്ക് ലാബിലിറ്റി വരികയും ആ ലാബിലിറ്റി പേ ചെയ്യാനുള്ള സമയമാവുകയും ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് ലീഗലി ഒരു കോടതി, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കോടതി ഇവരെ ലീഗലി ഒരു കോടതി ഡിക്ലെയർ ചെയ്യാണ് ഇവർക്ക് ഈ പറയുന്ന ബാധ്യത അടച്ചു തീർക്കാനുള്ള ഫിനാൻഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ അസറ്റ്സ് ഇവരുടെ കയ്യിലില്ല എന്ന് ഒരു കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബാങ്ക്രപ്സി എന്ന് പറയാം. അതായത് ഒരു പേഴ്സണെയോ ഒരു കമ്പനിയോ ലീഗലി ഡിക്ലെയർഡ് ഇൻകേപ്പബിൾ ഓഫ് പേയിങ് ദെയർ ഡ്യൂ ആൻഡ് പേയബിൾ ബിൽസ്, അങ്ങനെ ഒരു ലീഗലി ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് അതിനെ ബാങ്ക്രപ്സി എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഈ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണിത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സൊക്കെ കുറച്ചും കൂടി സ്പീഡിയാക്കി മാറ്റണം. അത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള
ഇൻസോൾവൻസി ബാങ്ക്രപ്സി പ്രോസസ്സുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ടൈം ബൗണ്ട് മാനറിൽ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡി ആയിട്ട് ഇൻസോൾവൻസി ബാങ്ക്രപ്സി പ്രോസസ്സ് റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു IBBIനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് കമ്പനീസ്, മറ്റുള്ള ലിമിറ്റഡ് ലാബിലിറ്റി എൻറ്റിറ്റീസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, ഇവരുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ IBC അനുസരിച്ച് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനാണ്, അല്ലെങ്കിൽ NCLTക്കാണ്. ഇനി ഇതേ സമയം ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ജൂറിസ്ഡിക്ഷൻ ഉള്ളത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനാണ്, അല്ലെങ്കിൽ DRTക്കാണെന്നും അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.